മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. യോഗി ആദിത്യനാഥിനെതിരെ ഇവിടെ ഒരുപാട് ആളുകൾ കള്ള പ്രചരണം നടത്താറുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥ് എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് പ്രസംഗത്തിൽ പോലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ ജനതയോട് വിളിച്ചു പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ അതിനുശേഷം അതിന്റെ പരിഭാഷയും വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. मैं किसी मत और मजहब का विरोधी नहीं, लेकिन जो भारत का विरोधी है मैं उसका विरोधी हूं। वो कोई भी हो मैं उसका विरोधी हूं। शहनवाज हुसैन मेरे सबसे अच्छे मित्र हैं। डॉक्टर एपीजे अब्दुल कलाम को जब माननीय अटल बिहारी वाजपेयी जी ने राष्ट्रपति के लिए खड़ा किया था, सबसे पहला सांसद था जिन्होंने समर्थन किया था। भारत का मुसलमान डॉक्टर एपीजे अब्दुल कलाम बने, शहनवाज हुसैन जैसा बने, पहला व्यक्ति रहूंगा जो समर्थन करेगा। लेकिन अगर यहाँ पर कोई ओसामा बिन लादेन को और औरंगजेब जैसे दुर्दांत लोगों को अपना आइकॉन मान करके भारत के अंदर पाकिस्तान का झंडा लहराएगा, तो फिर उनके उन विषैले फनों को सत्य के साथ कुचलने के लिए भी सबसे पहले योगी आदित्यनाथ। നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായ എത്ര വ്യക്തമായ നിലപാടാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്താണ് ഞാൻ എതിർക്കുന്നത് എന്നുള്ളത്. ഒരു സമൂഹത്തിനോ മതത്തിനോ ഞാൻ എതിരല്ല, പക്ഷെ ഇന്ത്യയെ എതിർക്കുന്ന ആർക്കും ഞാൻ എതിരാണ്. അത് ആരായാലും ഞാൻ അവരെ എതിർക്കുന്നു. ഷാനവാസ് ഹുസൈൻ എന്റെ ഒറ്റ സുഹൃത്തുക്കളിൽ ഒരാളാണ്. ആദരണീയനായ അടൽ ബിഹാരി വാജ്പേയി ജി ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച ആദ്യ MP ഞാനായിരുന്നു. ഒരു ഇന്ത്യൻ മുസ്ലിം ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ ആകുകയും ഷാനവാസ് ഹുസൈനെ പോലെ ആകുകയും ചെയ്താൽ ഞാൻ ആദ്യം അവരെ പിന്തുണയ്ക്കും. എന്നാൽ ഇവിടെ ആരെങ്കിലും ഒസാമ ബിൻ ലാദനെയും ഔറംഗസീബിനെ പോലുള്ള വ്യക്തികളെയും അവരുടെ ഐക്കണുകളായി കണക്കാക്കുകയും ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാൻ പതാക വീശാൻ ധൈര്യപ്പെടുകയും ചെയ്താൽ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് അവരുടെ വിഷപ്പല്ലുകൾ തകർക്കും. യോഗി ആദിത്യനാഥ് ആയിരിക്കും അതിൽ ആദ്യത്തേത്, തകർക്കുന്നതിൽ ആദ്യത്തേത് എന്ന വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ ജനതയോട് ലേറ്റസ്റ്റ് ആയിട്ട് യോഗി ആദിത്യനാഥ് വിളിച്ചു പറഞ്ഞതാ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ പ്രിയ ആത്മസുഹൃത്തായിട്ടുള്ള ഷാനവാസിനെ പോലെ ഇത്തരം ആളുകളെ ആദ്യം ഞാൻ പിന്തുണക്കും. അതേസമയം ഉസാമ ബിൻ ലാദനെ പോലെയുള്ള ഈ രാജ്യത്തിനെതിരെ ആര് എതിർത്ത് നിന്നാലും അവർക്കെതിരെ ഇരുമ്പ് മുഷ്ടി പ്രയോഗിക്കുന്നതിലും മുമ്പിൽ ഞാനായിരിക്കും. എന്റെ ഭാരതത്തിനെതിരെ ഒരാള് പോലും എതിർത്ത് നിൽക്കരുത്, അതിൽ ഞാൻ മതമോ ഒന്നും തന്നെ നോക്കില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ മാത്രമൊന്നുമല്ല, ഇത് അദ്ദേഹം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ 2000 ഞാൻ ഒരു ന്യൂസ് ഇവിടെ കൊടുക്കാം. ന്യൂസ് 8 വന്നിട്ടുള്ള എല്ലാ ന്യൂസ് ചാനലുകളിലും എല്ലാ പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. 2020 ഫെബ്രുവരി 18 വന്നിട്ടുള്ള വാർത്തയാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. ആ ഒരു വാർത്തയിൽ കൃത്യമായിട്ട് പറയുന്നു, മദ്രസകൾക്ക് 479 കോടി രൂപ യോഗി ആദിത്യനാഥ് സർക്കാർ കൊടുക്കുന്നു അവരുടെ ഉന്നമതിക്ക്, അതായത് ഉന്നമനത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മദ്രസകളെ പുരോഗതിക്ക് വേണ്ടിയിട്ട് 479 കോടി രൂപ യോഗി ആദിത്യനാഥ് സർക്കാർ കൊടുത്ത 2020 വന്നിട്ടുള്ള വാർത്ത. എത്ര വാർത്തകളുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഞാൻ ഇവിടെ കൊടുക്കാം. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് 2023 2023 മുതൽ ഉത്തർപ്രദേശില് മദ്രസകളിൽ NCERT സിലബസ് നിർബന്ധാക്കി. അത് NCERT സിലബസ് ആണ് മദ്രസകളിൽ നിർബന്ധാക്കി. അപ്പോ മദ്രസകളിൽ എന്തിനാണ് NCERT സിലബസ് എന്ന് പറഞ്ഞ് ഇവിടെ ജിഹാദികൾ കൊടുക്കും. സകല ആളുകളും ഇത്തരം ആളുകൾ മനസ്സിലാക്കുക, ഈ ഉത്തർപ്രദേശിലെ മദ്രസകൾ എന്ന് പറയുന്നത് ഉച്ചവരെയും വൈകിട്ട് വരെ അവര് സ്കൂൾ വിദ്യാഭ്യാസം നേടാറില്ല. നമ്മുടെ കേരളത്തിലുള്ള മദ്രസ സിസ്റ്റം പോലെ 1-2 മണിക്കൂറൊന്നുമല്ല, മറിച്ച് അവിടെ വൈകിട്ട് വരെ അല്ലെങ്കിൽ ഉച്ചവരെ മദ്രസ പഠനം മാത്രമാണ് വലിയ ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത്തരം മദ്രസകളിലേക്ക് NCERT സിലബസ് നിർബന്ധാക്കുക.
ഈ NCERT സിലബസ് നിർബന്ധമാക്കിയിട്ട് കൃത്യമായിട്ട് സയൻസ്, ഇംഗ്ലീഷ് ഇതൊക്കെ തന്നെ നിർബന്ധമാക്കുക. NCERT സിലബസ് അത് പഠിക്കൽ നിർബന്ധത്തിലേക്ക്. എന്തിനാ? ഈ പറയുന്ന മതത്തിനോട് എന്തെങ്കിലും എതിർപ്പ് ഈ യോഗി ആദിത്യനാഥ് സർക്കാരിനോ യോഗി ആദിത്യനാഥിനോ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനവും വേണ്ട, മദ്രസ പഠനം മാത്രം മതി, ഒരു പുരോഗതിയും പൊതുസമൂഹത്തിൽ വേണ്ട, സമൂഹത്തിൽ ഒരു വലിയ രീതിയിലേക്ക് എത്തണ്ട എന്ന ധാരണയായിരുന്നെങ്കിൽ എന്തിനാ NCERT സിലബസ് ഒക്കെ ഈ പറയുന്ന ഉച്ചയും വൈകിട്ടും വരെയുള്ള മദ്രസകളിലൊക്കെ നിർബന്ധമാക്കുന്നത്? വളരെ വ്യക്തമാണ്. നമ്മുടെ രാജ്യത്തെ പുതുതലമുറ അതേത് മതത്തിൽപ്പെട്ടതാണെങ്കിലും നശിച്ചു പോവരുത് എന്നല്ല, മറിച്ച് മദ്രസ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസം NCERT സിലബസ് നിർബന്ധമാക്കുക. നമ്മുടെ കേരളത്തിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നില്ല. കാരണം ഇവിടെ മദ്രസ 1 മണിക്കൂർ കഴിഞ്ഞ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് എല്ലാ ആളുകളും പോകും. അതേസമയം അവിടെ വലിയൊരു സമൂഹം, ഉത്തർപ്രദേശിലെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടി ജനങ്ങളാ. ഈ 3.5 കോടി ജനങ്ങളിലേക്കാൾ അധികം മുസ്ലിം, 4 കോടിയിലും അധികം ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ മാത്രം. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സാധാരണക്കാരായ മുസ്ലിം കുടുംബത്തിലെ ആളുകളെ മദ്രസ പഠനം മാത്രം വൈകിട്ട് വരെ എന്ന് പറയുമ്പോൾ വലിയ നഷ്ടം ആ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കില്ലേ? അപ്പോ അവിടേക്ക് NCERT സിലബസ് നിർബന്ധമാക്കുക. യൂണിഫോം കൊടുക്കുന്നുണ്ട്, അതും സർക്കാർ ചെലവില്. ഇത് ഇത്രത്തോളം പുരോഗതിയിലേക്ക് ഉത്തർപ്രദേശിലൊക്കെ മുസ്ലിം സമുദായത്തെ ഈ യോഗി ആദിത്യനാഥ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. യോഗി ആദിത്യനാഥ് പറഞ്ഞതിൽ വളരെ വ്യക്തല്ലേ, അദ്ദേഹം പ്രസംഗിച്ചത് വളരെ വ്യക്തല്ലേ. ഒരു മതവും നോക്കിയിട്ടല്ല, നമ്മുടെ നാട്ടിലുള്ള പുതുതലമുറ ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും അവർ പുരോഗതിയിലേക്ക് എത്തണം, അവർ വിദ്യാഭ്യാസം നേടണം. ഇതൊക്കെ മുൻനിർത്തിയിട്ടല്ലേ ഇപ്പൊ 479 കോടിയൊക്കെ മദ്രസക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ ആരെങ്കിലും വാർത്തയാക്കിയിട്ടുണ്ടോ? ഇതൊക്കെ സകല മലയാളികളും ഗൗരവത്തിൽ തിരിച്ചറിയും. ഇവിടെ യോഗി ആദിത്യനാഥ് സർക്കാരോ മോദി സർക്കാർ ഇവിടെ ഒരു മതത്തിനെതിരല്ല. ഇവിടെ ഈ യോഗി ആദിത്യനാഥ് സർക്കാർ ആണെങ്കിലും നരേന്ദ്രമോദി സർക്കാർ ആണെങ്കിലും ഇവിടെ ജിഹാദിസത്തെയാണ് ശക്തമായിട്ട് എതിർക്കുന്നത്. ഉസാമ ബിൻ ലാദനിസത്തെയാണ് ശക്തമായിട്ട് എതിർക്കുന്നത്. അതിനെതിർക്കണ്ടേ? അല്ലാതെ നമ്മുടെ കേരളത്തില് അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കാണ് വേണ്ടി ഇവിടെ ആളുകൾ അത്തരം ആളുകളെയും ഏത് രീതിയിലാണ് കാണുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന അസറുൽ ബന്നയെ പൊക്കിപ്പിടിക്കുന്ന ആളുകളെ ഇവിടെ UDF എന്താ ചെയ്യുന്നത്? കൈയടിച്ച് സ്വീകരിക്കുക. ഏത് അസറുൽ ബന്ന? UAE പോലും തീവ്രവാദികളായിട്ട് ഭീകരവാദികളായിട്ട് നിരോധിച്ചിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയെ നെഞ്ചോട് ചേർത്ത് നമ്മുടെ കേരളത്തിൽ അതിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള അസറുൽ ബന്നയുടെ ഫോട്ടോ പൊക്കിപ്പിടിച്ച് കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മുടെ കേരളത്തിലെ UDF VD സതീശന് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാ. അത് നാടിന് അപകടമല്ലേ? അതല്ലേ യഥാർത്ഥത്തിലെ അപകടം എന്ന് പറയുന്നത്? അതേസമയം സകല ജിഹാദികളെയും എതിർത്ത് രാജ്യത്തോട് ചേർന്ന് നിൽക്കാൻ പരമാവധി മുസ്ലിം സമുദായത്തിന് ഗുണം ചെയ്ത് മുന്നോട്ട് പോകുന്ന യോഗി ആദിത്യനാഥിനെയൊക്കെ എന്തിനാ എതിർക്കുന്നത്? അവ ആരായിരിക്കും എതിർക്കുക? ജിഹാദികൾക്കല്ലേ യോഗി ആദിത്യനാഥിനെയും നരേന്ദ്രമോദിയൊക്കെ എതിർക്കാൻ സാധിക്കുക? അല്ലാതെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു മുസൽമാന്, അന്തസ്സുള്ള ഒരു മുസൽമാന് യോഗി ആദിത്യനാഥിനെയും നരേന്ദ്രമോദി സർക്കാരിനെയും എതിർക്കാൻ സാധിക്കുമോ? രാജ്യത്ത് ഇത്രയും കാലം നടപ്പിലാക്കിയ ഒരു പദ്ധതിയിലും മതം നോക്കി വേർതിരിച്ചിട്ടില്ല. ഇവിടെ വന്ദേ ഭാരത് മുതൽ ഇവിടെ റോഡുകൾ മുതൽ സകല അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്നും മതം നോക്കി ഒരു മാറ്റി നിർത്തലുമില്ല. എല്ലാവർക്കും ഒരേപോലെ, എല്ലാവർക്കും വികസനം, എല്ലാവരും ഒരേപോലെ എന്നല്ലേ ഈ നരേന്ദ്രമോദി സർക്കാർ യോഗി ആദിത്യനാഥൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ യോഗി ആദിത്യനാഥിനെയും നരേന്ദ്രമോദിയൊക്കെ എതിർക്കുന്ന ആളുകൾ ഒന്നാന്തരം ജിഹാദികളാണ്. അവർക്ക് അവരുടെ ജിഹാദിസം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് യോഗി ആദിത്യനാഥിനെയും നരേന്ദ്രമോദിയൊക്കെ ജിഹാദികൾ എതിർക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.